ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി ഇരുന്ന് ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജയൻ അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് ആദർശിന് ഭയങ്കര സങ്കടമാണ് എന്ന് പറയണേ. അപ്പോൾ ദേവയാനി ഇങ്ങനെ ഒന്ന് നോക്കി, നിന്റെ പരിഭവവും പിണക്കമാണ് അവന് സഹിക്കാൻ പറ്റാത്തതെന്ന കാര്യം ജയൻ ഇങ്ങനെ പറയുമ്പോൾ, അതിനിപ്പോൾ ഞാൻ പരിഭവിച്ചാൽ അവനെന്താ കുഴപ്പം? അവനെന്തിനാ അതിനോർത്ത് സങ്കടപ്പെടുന്നേ? അവനെ സ്നേഹിക്കാനേ അവൻ്റെ ഭാര്യയും കുഞ്ഞും ഒക്കെ അവനില്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അവനൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ആ കുഞ്ഞിൻ്റെ പിതൃത്വം ഏറ്റെടുത്തതെന്നും അല്ലാതെ മനഃപൂർവ്വം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അവൻ പറയുന്നതെന്ന കാര്യവും അച്ഛൻ അമ്മയോട് പറഞ്ഞു. പിന്നെ അവനങ്ങനെ കള്ളമൊന്നും പറയാറില്ലല്ലോ ദേവയാനി എന്ന് പറയുമ്പോഴേ, ഇത്രയും കാലവും ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് ചേട്ടാ കരുതിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്നാൽ എനിക്കിപ്പം മനസ്സിലായി അവനും അത്യാവശ്യം കള്ളമൊക്കെ പറയുന്നവനാണെന്ന്. അതെന്നെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക. നീ എന്താ ദേവയാനി അച്ഛൻ്റെ നിലപാട് ശ്രദ്ധിക്കാത്തത്? നീ എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇതുപോലൊരു തെറ്റ് ചെയ്തവനെ അച്ഛൻ ഇവിടെ വെച്ച് പൊറപ്പിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ജയൻ ചോദിക്കുമ്പോൾ ദേവേനെ നിന്നിങ്ങനെ ആലോചന തുടങ്ങി. അവൻ തെറ്റുകാരനായിരുന്നെങ്കിൽ ഇപ്പം അവൻ്റെ MD സ്ഥാനം പോലും തെറിച്ചു പോയേനെ. അവനെ അഭിയെ പോലെ വെറും ഒരു ജോലിക്കാരനാക്കി മാറ്റിയേനെ. ഇനിയിപ്പോൾ അച്ഛൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. കാരണമേ അച്ഛൻ വലിയൊരു രോഗത്തിലൂടെ കടന്നു പോകുന്ന ഒരാളാണെന്നും അതുകൊണ്ട് തന്നെ ഇനി ആദർശിനേക്കാളും നന്നായി കമ്പനിയെ നയിക്കാൻ പറ്റിയ ഒരാളെ കിട്ടില്ല എന്ന് അച്ഛന് നന്നായിട്ട് അറിയാവുന്നൊക്കെ ദേവയാനി ജയനോടും പറയുന്നു. അത് കുടുംബത്തിനകത്തുള്ള കാര്യമല്ലേ, കുടുംബത്തിൻ്റെ പുറത്തോ അവനേക്കാളും യോഗ്യതയുള്ള ഒരുപാട് പേരുണ്ട്. അല്ലെങ്കിൽ എന്നോടോ അജയനോടോ അത് നോക്കാൻ പറയില്ലായിരുന്നോ? ഇച്ചിരി വില കുറഞ്ഞാലും അച്ഛൻ്റെ ആത്മാഭിമാനത്തിന് വില കൊടുക്കുന്ന ഒരാളാണ്. അതിന് ഇപ്പം അച്ഛൻ്റെ ആത്മാഭിമാനത്തിന് ഒരു കോട്ടോ സംഭവിച്ചിട്ട് അച്ഛൻ പറയുന്നില്ലല്ലോ. എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും പറയാനും ഇല്ല ചേട്ടാ. ചന്തമോളെ എനിക്ക് ഇഷ്ടമൊക്കെ ആയിരുന്നു, അവൾ ആദർശിൻ്റെ മകളാണെന്ന് അറിയുന്നതിന് മുൻപ് വരെ. എന്നാൽ അത് അറിഞ്ഞപ്പം മുതൽ എനിക്ക് അവളെ ഇഷ്ടപ്പെടാനേ പറ്റുന്നില്ല ആദർശേട്ടാ, പറ്റുന്നില്ല ജയേട്ടാ. ആദർശിനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവൻ്റെ മകളെയും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഇനി പ്രഷർ സഹിക്കാൻ മേലാതെ ആദർശ് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയാലോ? അങ്ങനെ പോയി കഴിഞ്ഞാൽ തൻ്റെ ഉള്ളിൽ അവനോട് വാശിയും വൈരാഗ്യം ഉള്ളതുകൊണ്ട് അവനെ തടയില്ല എന്ന് എനിക്കറിയാമെന്നും, പക്ഷേ കുറച്ച് കഴിയുമ്പോഴേ മകനെ ഓർത്ത് ഇവിടെ ഇരുന്ന് കരയുകയും ചെയ്യുമെന്ന് പറഞ്ഞു അജയൻ. അവനെന്നെ വിട്ടുപോയാലും എൻ്റെ മകൾ എന്നെ വിട്ടുപോകാൻ പാടില്ല എന്ന് ദേവയാനി പറഞ്ഞു. അപ്പോൾ ഏത് മോള്? എനിക്കിപ്പോൾ ഏത് മോളാണ് ഉള്ളത്? എൻ്റെ നയനയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആദർശ് പറയുന്നതേ നയന മോള് കേൾക്കത്തുള്ളൂ എന്നും അതിനപ്പുറം അവളൊന്നും ചെയ്യില്ല. ഇവിടെ അവൻ്റെ ഭാര്യയായി നയനയ്ക്കില്ലാത്ത സംശയമാണ് നമ്മുടെ മോനെ നിനക്ക്. അവളെ നല്ല കുട്ടിയായതുകൊണ്ടാണ്, കുടുംബത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയാ അവൾ നിൽക്കുന്നത് തന്നെ എന്ന് ദേവയാനി ജയനോട് പറയണം. അതുകൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടു പോയത്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇല്ലെങ്കിലേ ഇതിപ്പോൾ കോടതിയും കേസും വഴക്കും ഒക്കെ ആവേണ്ടതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ, അതെ നീ പറഞ്ഞതേ 100% ശരിയായിട്ടുള്ള കാര്യമാണ് ദേവയാനി. നയനമോള് നല്ല കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ ഭാഗത്തെ ശരി അവൾ തിരിച്ചറിയുകയായിരുന്നു എന്ന് പറഞ്ഞു. അല്ല, അവൻ്റെ ഭാഗത്ത് എന്ത് ശരിയുണ്ടെന്നാണ് ചേട്ടൻ ഈ പറയുന്നത്? അങ്ങനെ അവൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിലേ അതവൻ തെളിയിക്കുകയല്ലേ വേണ്ടത്? തെളിയിക്കാനുള്ള ശ്രമത്തിലവൻ തെളിയിക്കുക തന്നെ ചെയ്യുമെന്ന് ജയൻ പറയുമ്പോൾ, എന്നാൽ പിന്നെ അത് തെളിഞ്ഞിട്ട് അവൻ നിരപരാധി ആണെങ്കിൽ അവനെ ഞാൻ സ്നേഹിച്ചോളാമെന്ന് ദേവയാനി പറയണം. അവനെ മാത്രമല്ല ചന്തമോളെയും ഞാൻ സ്നേഹിച്ചോളാമെന്നും അതുവരെ രണ്ടുപേരോടും ഞാൻ അകലം പാലിച്ച് തന്നെ നിൽക്കത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറഞ്ഞു. അവിടെ നിന്ന് പോയി. ജയൻ ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ അവിടെ നിൽക്കുക. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നവ്യയും അബിയും കൂടി ഇങ്ങനെ പുറത്തൊക്കെ വരികയാണ് റെസ്റ്റോറൻറ്റിലൊക്കെ. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും അവിടെ വന്നിരുന്ന് കോഫിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ചന്തമോളുടെ കാര്യങ്ങളെപ്പറ്റി പറയുവാണ്. അപ്പോൾ അച്ഛനും അമ്മയൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേന്ന് ചോദിക്കുമ്പം, എങ്ങനെ അറിയാതിരിക്കാനാ? നിങ്ങളുടെ അമ്മ വന്നിട്ട് അതുപോലെയല്ലേ സംസാരിക്കുന്നത്? ഇനിയിപ്പോൾ വീട്ടിലേക്ക് നിൻ്റെ അച്ഛനും അമ്മയും വരുമ്പോൾ ചന്തമോളെ കാണത്തില്ലേ എന്ന് അബി എന്നേരം ചോദിച്ചു. അപ്പോഴെന്തായാലും അറിയാനുള്ളതൊക്കെ അറിയത്തില്ലേന്നും. അതോർക്കുമ്പോഴാടാ എനിക്ക് വിഷമം. എന്തുമാത്രം നിൻ്റെ ഏട്ടനെ അച്ഛനും അമ്മയൊക്കെ സ്നേഹിച്ചതാണെന്ന് അറിയാമോ, വിശ്വസിച്ചതാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ, നിൻ്റെ അനിയത്തിക്ക് അതൊന്നും ഒരു പ്രശ്നമില്ല, പിന്നെന്താ കുഴപ്പം? അവർ ആ കുഞ്ഞിനെ മകളായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന് അബി പറയുമ്പോൾ, അവൾക്കിത് എന്തിൻ്റെ കേടാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തതെന്ന് നവ്യ. അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ഇപ്പം അയാളെ കോടതി കയറ്റിയെന്ന് നവ്യ പറയുന്നു. അബി അത് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി. അപ്പം അതെ, ഈ ചന്തമോള് കാരണം നമ്മുടെ കുഞ്ഞിൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകുമെന്ന് ഇപ്പം എൻ്റെ പേടി എന്ന് അബി പറഞ്ഞു കൊടുക്കും. കുത്തിത്തിരിപ്പ് പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കാം. അതൊന്നും നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. അതെ, കുറേ നാളുകൾക്ക് ശേഷം ഒരു കുഞ്ഞ് വീട്ടിലേക്ക് വരുന്നത്, അതിൻ്റെ സ്നേഹവും കരുതലും ഒക്കെ എല്ലാവരും അവൾക്ക് കൊടുക്കുന്നുമുണ്ട്. പിന്നെ അനാഥയായതുകൊണ്ട് വലിയ സ്നേഹമാണ് മുത്തശ്ശിക്കും മുത്തശ്ശനും ഒക്കെ ആ കുഞ്ഞിനോടെന്ന് പറഞ്ഞപ്പോൾ നവ്യയ്ക്ക് ആകെ ഒരു വെപ്രാളം. പിന്നെ ആദർശേട്ടൻ്റെ കുട്ടിയാണെന്ന് അറിഞ്ഞതിന് ശേഷം വല്യമ്മയ്ക്ക് പഴയ സ്നേഹം അതൊന്നും അതിനോടില്ല. അങ്ങനെ ഒരു ആശ്വാസമുണ്ട്.
എങ്കിലും നമ്മുടെ കുഞ്ഞല്ലേ, സ്വന്തം കൊച്ചുമോൻ, അതിന് കൊടുക്കുന്ന സ്നേഹം ഈ ചന്തമോൾക്ക് എന്തായാലും കിട്ടുമെന്ന് നവ്യ ചോദിക്കുമ്പോൾ ചന്തമോളും അനന്തപുരിയിലെ പേരക്കുട്ടിയാണെന്നല്ലേ പറയുന്നത്, പോരാത്തതിന് അമ്മയില്ലാത്തൊരു കുഞ്ഞുമല്ലേ എന്ന് ചോദിച്ചു. ഉള്ളൊരമ്മയാണെങ്കിലോ കോമാ സ്റ്റേജിലും. ആ ഒരു സിമ്പതി കൂടിയുണ്ട് ആ കൊച്ചിൻ്റെ പേർക്ക്, മുത്തശ്ശനും മുത്തശ്ശിക്കും. അപ്പം ഞാൻ ഈ ചന്തു എന്ന് പറയുന്ന കൊച്ചിനെ മൈൻഡ് പോലും ചെയ്യില്ല, നമ്മുടെ കുഞ്ഞിനെ അവൾ കളിപ്പിക്കുകയും വേണ്ടാന്ന് നവ്യ അബിയോട് പറഞ്ഞു. അതൊക്കെ നീ കണ്ടറിഞ്ഞ് ചെയ്തോളണം കേട്ടോ, ഒരു കാരണവശാലും നമ്മുടെ കുഞ്ഞിൻ്റെ അത്രയും പ്രാധാന്യം അവൾക്ക് കിട്ടാൻ പാടില്ല എന്നൊക്കെ അബി പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഞാനാണെങ്കിൽ മുത്തശ്ശനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മുത്തശ്ശൻ്റെ പേര് കൂടി ചേർത്താ നമ്മുടെ കുഞ്ഞിന് പേരിട്ടിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ എന്നും പറഞ്ഞിരിക്കുക നവ്യ. എന്നിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഒരിക്കലാണ് ആ കുഞ്ഞിനെ ഒന്ന് വന്ന് കണ്ടത്, അതും വീട്ടിൽ, അല്ലാതെ ഒന്ന് കാണാൻ പോലും വന്നിട്ടില്ലെന്ന് പറഞ്ഞ് നവ്യയുടെ മനസ്സിൽ വിഷം കുത്തിവെച്ച് കൊടുത്തോണ്ടേ ഇരിക്കുക. അതൊക്കെ ഞാൻ നോക്കിയും കൊണ്ട് ചെയ്തോളാം, നീ വേന്ന് കുടിച്ചേ, കുഞ്ഞിപ്പോൾ കരച്ചിൽ തുടങ്ങിക്കാണ്, ഞാൻ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് നമുക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് കുറച്ചുകൂടി ഇരുന്നിട്ട് പോയാൽ പോരേന്ന് ചോദിച്ചു. അതിനൊക്കെ ഇനിയും സമയം ഒരുപാടുണ്ടല്ലോടാ, ഇപ്പം മോൻ കരഞ്ഞതിന് മുന്നേ എനിക്ക് അവിടെ എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നാളെ അങ്ങ് വരുമല്ലേ, പിന്നെ എന്താണെന്ന് ചോദിക്കുക. പിന്നെ നാളെ എന്നെ വിളിക്കാൻ ആരൊക്കെയാ വരുന്നേ, അതൊന്നും എനിക്കറിയത്തില്ല. അയാൾ വരാതിരുന്നാൽ കൊള്ളായിരുന്നു, നിൻ്റെ ഏട്ടൻ എന്നും പറഞ്ഞ് നവ്യ പറയുമ്പോഴേക്കും അബിക്ക് ഭയങ്കര സന്തോഷമായി. പണിയെടുത്തത് വെറുതെ ആയില്ല എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എനിക്ക് അയാളെ കാണുന്നത് പോലും ദേഷ്യമാണെന്നൊക്കെ നവ്യ പറഞ്ഞു. നിൻ്റെ അനിയത്തേക്ക് ആ ദേഷ്യമില്ലാത്ത എനിക്ക് അത്ഭുതം എന്ന് പറഞ്ഞപ്പോൾ അവൾ പണ്ട് മുതലേ അങ്ങനെ അബി, ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് നവ്യ പറയുവാണേ. ഇനി ഈ പ്രശ്നം പറഞ്ഞ് അവർ തമ്മിൽ ഉടയ്ക്കുക, അവയ്ക്ക് വീട്ടിൽ വന്ന് നിൽക്കേണ്ടി വരില്ലേ, അത് അച്ഛനും അമ്മയ്ക്കൊക്കെ വേദനയാകുമെന്ന് അവൾക്ക് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് അവളെല്ലാം സഹിക്കുകയായിരിക്കുമെന്ന് നവ്യ പറയുമ്പോൾ, പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല കേട്ടോ നവ്യയെ, അവർ ചന്തമോളെ കളിപ്പിക്കുന്നത് തോന്നുമ്പോൾ സ്വന്തം കുഞ്ഞാണ് നീ ആർക്കും തോന്നത്തുള്ളൂ എന്ന് അബി പറയാം. അത് കേട്ട് കഴിയുമ്പോൾ നവ്യ ഇങ്ങനെ നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, അമ്മായി പോലും ഈ സംഭവത്തിന് ശേഷം ആദർശേട്ടനെ മുൾമുനയിൽ നിർത്തിയതാ. പിന്നെ അതുപോലെ ചന്തമോളോടും ഭയങ്കര ദേഷ്യമൊക്കെയാണ് അമ്മായിക്ക്. പക്ഷെ അവിടെയും എല്ലാവരുടെയും പ്രതീക്ഷ തെറ്റിച്ചു കളഞ്ഞത് ഏട്ടത്തിയാണെന്ന് പറയുമ്പോൾ അയാളെ അവൾ സ്നേഹിക്കട്ടെ, പിന്നെ അവസാനം അവൾക്ക് തന്നെ തോന്നും ചെയ്തതൊക്കെ തെറ്റായി പോയിന്ന്, അല്ലാതെ എന്തു പറയാനാണെന്നൊക്കെ ചോദിച്ചു നവ്യ. ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തുന്നതേ അതൊന്നുമല്ല അഭി, ഇതുപോലൊരു തെറ്റ് ചെയ്ത കൊച്ചുമോനെ ഇതുവരെ മുത്തശ്ശൻ ശിക്ഷിക്കാത്തത് എന്താ, എനിക്കതാ മനസ്സിലാവാത്തത്. നീ ചെയ്തതൊക്കെ ക്ഷമിക്കാവുന്ന തെറ്റുകളായിരുന്നു എന്നും എന്നിട്ടും അവിടെയൊക്കെ നിന്നെ ശിക്ഷിക്കാൻ വേണ്ടി ഉത്സാഹം കാണിച്ച നിന്റെ മുത്തശ്ശൻ നിന്റെ ഏട്ടൻ ചെയ്ത തെറ്റ് കണ്ടില്ല എന്ന് നടിച്ചതേ ഏട്ടത്താപ്പായി പോയെന്ന്, അതും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഇനി നമ്മുടെ കുഞ്ഞിന് നിന്റെ ഗതി ഉണ്ടാകരുതെന്നൊക്കെ നവ്യ പറയാം. അങ്ങനെ അതെല്ലാം പറഞ്ഞിങ്ങനെ നവ്യ പറയുമ്പോൾ ഇനി നവ്യ തന്നെ പൊരുതിക്കോളൂ എന്ന് മനസ്സിലാക്കി അവൻ അവിടെ അങ്ങനെ ഇരിക്കുക സന്തോഷവാനായിട്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെ ട്രെയിൻ ചെയ്യുന്ന സാർ കുടിച്ച് കാലേ നിൽക്കാൻ മേലാതെ ഇങ്ങനെ വരുക. അങ്ങനെ വന്നിട്ട് ഇങ്ങനെ 4 കാലേ വന്ന് ഇങ്ങനെ ആടി നിൽക്കുമ്പോഴാണ് ഹെൽമെറ്റ് വെച്ച ഒരാൾ പത്തലൊക്കെ ആയിട്ട് വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. ആരാടാ നീ, എൻ്റെ മുന്നിലെങ്ങാനും വന്നതിനെ അടിച്ച് പെരുത്ത് കളയെന്ന് പറഞ്ഞ് തീർന്നില്ല, കയ്യിലിരുന്ന് ആ വലിയൊരു തടിക്കഷ്ണം വെച്ച് ഒരൊറ്റ ഒരെണ്ണമായിരുന്നു അവൻ്റെ തലക്കെട്ട് നോക്കി. അപ്പം നമ്മുടെ നന്ദുവിൻ്റെ കൂട്ടുകാരി ഹെൽമെറ്റ് വെച്ച് കൂടെയുണ്ട്. ഈ സമയത്ത് നന്ദുവിനെ ഇടിക്കാൻ അയാൾ നോക്കിയപ്പോഴത്തേക്കും നന്ദു കോട്ടത്തു അടിനാവി നോക്കിയ ഒരൊറ്റ എണ്ണം, പിന്നെ അവിടെ ഇട്ട് ചവിട്ടിക്കൂട്ടി അവർ ഇഞ്ചപ്പരുവാക്കി. അപ്പോഴേക്കും അയ്യോ എന്ന് പറഞ്ഞ ആൾ കിടന്ന് വലിവായി കാറുവാ. വേഗം നന്ദുവും കൂട്ടുകാരിയും കൂടെ അവിടെ നിന്ന് അങ്ങ് പോയി. കോലക്കടി മോളെന്ന് കൂട്ടുകാരി വേഗം നമുക്ക് പോകാമെന്ന് പറഞ്ഞു 2 പേരും കൂടെ അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അനന്തപുരിയിൽ നമ്മുടെ ആദർശിരുന്ന് എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് അങ്ങോട്ട് നയനെ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ നയന വന്ന് ആദർശിനോട് ചായയൊക്കെ കൊടുത്ത്, അതെ കുറച്ച് ദിവസമായിട്ട് നന്ദു വിളിച്ച് പറയുന്നുണ്ട് ആ ട്രെയിനറെ കൊണ്ട് വലിയ ശല്യമാണെന്നുള്ളത്. അപ്പോൾ ഈ തിരക്കൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, അറിയാമല്ലോ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ എന്ന് ആദർശ് പറയുമ്പം ഇനിയിപ്പോൾ അങ്ങോട്ട് പോവണ്ട, പക്ഷേ കേസോ മറ്റോ ആവുകയാണെങ്കിലോ ഒന്ന് ഇടപെട്ടേക്കണം കേട്ടോ എന്ന് പറഞ്ഞു നയന. കേസോ എന്തിന്, അതുപിന്നെ അവളുടെ സ്വഭാവം എന്താണെന്ന് ആദർശേട്ടന് അറിയാമല്ലോ, ഒരുപാട് അവളെ ആരെങ്കിലും ശല്യം ചെയ്ത് കഴിഞ്ഞാൽ അവൾ തനി സ്വരൂപം പുറത്തെടുക്കുമെന്ന്. അയാളെ പരസ്യമായിട്ട് എങ്ങനെ ഇവള് തല്ലിയോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ എന്ന് പറയുമ്പോൾ പരസ്യമായിട്ടല്ല രഹസ്യമായിട്ടാണ് തല്ലിയതെന്ന് പറഞ്ഞു. പിന്നെ അവളും ഫ്രണ്ട്സും സാധാരണ ചെയ്യുന്നത് പോലത്തുള്ള പ്രവൃത്തി ഇന്ന് അവൾ ഒറ്റയ്ക്ക് ചെയ്തു എന്ന് പറയുമ്പോഴേക്കും ആദർശ് അതെല്ലാം കൂടെ അവിടെ കൊണ്ട് വെച്ചിട്ട് അതെന്താ ഇരുട്ടടി കൊടുത്തോന്ന് ചോദിച്ചു. കൊടുത്തോന്ന് നയന പറയാം. അത് കേട്ടപ്പോൾ ആദർശ് നിന്ന് ചിരിക്കുക. രാത്രിയിൽ മദ്യപിച്ച് വരികയായിരുന്നു, അയാളെ മുഖം മറിച്ച് നന്ദു തല്ലി. അയാളും ആരോഗ്യമുള്ള ഒരാൾ തന്നെയല്ലേ, അപ്പോൾ തിരിച്ചു തല്ലിയിട്ടുണ്ടാവില്ലേ എന്ന് ചോദിച്ചു. 4-5 തടിനാടന്മാർ ഒരുമിച്ച് വന്നാൽ പോലും അവളുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, അത് ആദർശേട്ടൻ നേരിട്ട് കണ്ടിട്ടുള്ളതല്ലേ, പിന്നെ മദ്യലഹരിയിൽ വരുന്ന അയാൾക്ക് അതിനൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചു. അവള്
അയാളോടുള്ള ദേഷ്യം മുഴുവൻ തീർത്തെന്ന് പറഞ്ഞു. അല്ല, അവളാണ് തല്ലിയെന്ന് അയാൾ അറിഞ്ഞോ? അത് പറ്റുമെന്ന് എനിക്ക് അറിയില്ല ആദർശേട്ടാ, അവളാണോ തല്ലിയെന്ന് അയാൾ അറിഞ്ഞോന്നൊന്നും. പിന്നെ ഒരു പെണ്ണാണ് തല്ലിയതെന്ന് അയാൾക്ക് എന്തായാലും അറിയാൻ സാധിക്കുമല്ലോ. കൈയൊക്കെ തല്ലി ഓടിച്ചെന്നാ പറഞ്ഞതെന്ന് പറയുമ്പം കേട്ടതിൽ എനിക്ക് ഒത്തിരി സന്തോഷമൊക്കെ ഉണ്ട്. കാരണം അത്രത്തോളം അയാൾ അവളെ കഷ്ടപ്പെടുത്തിയിട്ടുള്ളതല്ലേന്ന് ചോദിച്ചു. നമുക്കേ 1-2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോകാം, എന്നിട്ട് നന്ദുവിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. മുത്തശ്ശനെ കൊണ്ടൊന്ന് റെക്കമെൻഡും ചെയ്യിക്കാവുന്ന കാര്യവും ആദർശ് ഇങ്ങനെ പറഞ്ഞു. അപ്പം അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ അയാളുടെ ശല്യം ഒഴിഞ്ഞു കിട്ടാനും വഴിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഈ നടന്നതൊന്നും അനിയോട് പറയാനായിട്ട് നിൽക്കേണ്ടെന്നും പറഞ്ഞു. അപ്പം അതെന്താന്ന് ചോദിച്ചു. അവനെ വീണ്ടും അവളോടുള്ള ആരാധന കൂടും. സാധാരണ ആണുങ്ങളെ തല്ലുന്ന പെണ്ണുങ്ങളെ ഒട്ടുമിക്ക ആണുങ്ങളും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അത് വേറൊന്നും കൊണ്ടല്ല, അവരൊന്നിച്ച് കഴിയുമ്പോൾ തല്ല് കിട്ടുമെന്നുള്ള ഭയം ആർക്കായാലും ഉണ്ടാകുമല്ലോ. എന്നാൽ നന്ദുവിൻ്റെ ഇത്തരം സ്വഭാവങ്ങളാണ് നമ്മുടെ അനിയെ ആകർഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവനോട് ഇതൊക്കെ പറഞ്ഞേ അവളുടെ ഹീറോയിസം ഒന്നും കൂട്ടാൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞു. ശരി ആദർശേട്ടാ, ഞാൻ പറയില്ല എന്ന് പറയുന്നതിനാ. ഇനിയിപ്പോൾ നന്ദു വിളിച്ച് അനിയോട് ഈ കാര്യമെല്ലാം പറയുമെന്ന് ചോദിക്കുമ്പം അവൾ പരമാവധി അനിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അനിയാണ് അവളെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അതെനിക്കറിയാമെന്ന് പറഞ്ഞു. അനാമികയോട് ഒരു കോംപ്രമൈസ് ടോക്കിന് പോലും സാധിക്കുന്നില്ലല്ലോ, അവളെ അടുക്കുന്നില്ല. എന്നെ കാണുമ്പോൾ മുഖം തിരിച്ച് അവൾ പോകുന്നതെന്ന് നയന പറഞ്ഞു. നന്ദു എനിക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഓഫീസിൽ പോകുന്നത് പോലെ അവർക്കും പോകാൻ പറ്റുമായിരുന്നു. ഈ കുടുംബത്തിനും നമ്മുടെ ബിസിനസ്സിനും അത് നന്നായിരുന്നേനെന്നും ആദർശ് പറയാം. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ആദർശ് നയനയും കൂടി ഇവരെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കഴിഞ്ഞ് മുറിയിൽ ചെന്നിട്ട് നന്ദു കൂട്ടുകാരിയും കൂടി ഇരുന്നപ്പോൾ കൂട്ടുകാരി വന്നിട്ട് ശരിക്കും നീ പൊളിച്ച് കളഞ്ഞിടി മുത്തേ, എൻ്റെ പൊന്നെ ഒരു ഫൈറ്റിസ്റ്റ് തല്ലുന്നത് പോലെ നീ തല്ലി ഒതുക്കിയത്. അപ്പോൾ മനുഷ്യനെ സഹിക്കുന്നതിനൊരു പരിധിയില്ലേ, മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി, എന്നിട്ടും രക്ഷയില്ല എന്ന് നന്ദു പറയാം. എടി ഇനിത് കേസാവോ? ഒരു പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയെന്ന് മറ്റുള്ളവർ അറിഞ്ഞാലേ മോശമല്ലേ പെഴുമോളെ എന്ന് നന്ദു ഇങ്ങനെ കൂട്ടുകാരിയോട്. അതുകൊണ്ട് അയാൾ ഈ സംഭവത്തിൻ്റെ പേരിൽ കേസിനൊന്നും പോവില്ല. ഇനിയിപ്പോൾ പോയാൽ തന്നെ എൻ്റെ കേസ് വാദിക്കാൻ എനിക്ക് നല്ല ഒന്നാന്തരമായിട്ട് അറിയാം, ഞാനങ്ങനെ നേരത്തെ വാദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാക്ഷി പറയാൻ ഞാനുണ്ടടി, എന്തായാലും സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇത്തരത്തിലുള്ള തല്ലൊക്കെ എന്ന് പറഞ്ഞു കൂട്ടുകാരി. ഇന്നിപ്പോൾ അതിനെല്ലാത്തിനും നേരിട്ട് സാക്ഷിയാവുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഒരു റിഹേഴ്സൽ മാത്രമാണ്. ഇതുപോലെ പെൺകുട്ടികൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരുപാട് പേരുണ്ട് നമുക്കിടയിൽ. അവരെയൊന്നും വെറുതെ വിടേണ്ടതല്ല, അവരെ ഇതുപോലെ മര്യാദ ഞാൻ പഠിപ്പിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഇങ്ങനെ കൂട്ടുകാരിയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദേ കൊടുക്കുമ്പോൾ ചിലപ്പോൾ തിരിച്ചും കിട്ടും കേട്ടോ. കിട്ടിക്കോട്ടെ, കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയല്ലേ നമ്മൾ ഇതിനൊക്കെ പോകുന്നത്. ഒരു കാരണമില്ലാതെയാണ് അയാൾ എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് എന്നോട് ഇത്രയും വൈരാഗ്യം ഉണ്ടാവാൻ ഞങ്ങൾ തമ്മിൽ ഒരു മുൻപരിചയവും ഇല്ല. അപ്പം ആ പറയുന്നതിൽ ഒരു പൊരുത്തക്കേടുണ്ട് നന്ദു, അയാൾക്ക് എന്തോ ഒരു ദേഷ്യം നിന്നോടുണ്ടെന്ന് ഉറപ്പാണെന്ന് പറഞ്ഞു കൂട്ടുകാരി. എന്തായാലും അയാളുടെ കൈ ഒടിഞ്ഞെന്നാ തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ക്യാമ്പിൽ വരത്തില്ല അയാൾ. അതിനു മുൻപ് ട്രെയിനിങ് കഴിയുമായിരുന്നെങ്കിൽ എനിക്ക് വലിയ തരക്കേടില്ലാതെ ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാമല്ലോ. ഇനിയിപ്പോൾ പകരം വരുത്താൻ വന്നാൽ അവനും കുറച്ച് മനുഷ്യത്വം ഉള്ളവനായിരിക്കണമല്ലോ എന്ന് കൂട്ടുകാരി പറഞ്ഞു. പിന്നെ നന്ദുവിനാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഭയങ്കര വേദന. ആ സമയം കുഴമ്പിട്ട് പിടിക്കണോടി എന്ന് ചോദിച്ചു. വേണ്ട, ഒന്ന് ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മാറുമോയെന്ന് പറയും. അങ്ങനെ അവരതും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഈ സമയത്ത് കനകവും ഗോവിന്ദേട്ടനും എല്ലാവരും കൂടി ഇരുന്നിങ്ങനെ സംസാരിക്കുക. ആദർശിൻ്റെ സ്വഭാവ മാറ്റം, അതുപോലെ തന്നെ അനന്തപുരിയിലുള്ള എല്ലാവരും എന്തൊക്കെയോ മറച്ചു വെച്ചാൽ സംസാരിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ കനകയും ഇതൊക്കെ കേട്ട് ശരിയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കാം. എല്ലാവർക്കും എന്തൊക്കെയോ നമ്മളോട് പറയണമെന്നുണ്ടായിരുന്നു, നമ്മുടെ മോൾക്ക് പോലും നമ്മളോട് പറയാനുണ്ടെന്നൊക്കെ ഗോവിന്ദേട്ടൻ പറഞ്ഞു. പക്ഷെ ആരും ഒന്നും ഇങ്ങോട്ട് തെളിച്ച് പറയുന്നില്ല. എന്താ കാര്യം? എനിക്കും അത് തോന്നാതിരുന്നില്ല ഗോവിന്ദേട്ടാ. ഞാൻ നയന മോളോട് ചോദിച്ചു, മോളുടെ അമ്മായിമ്മയ്ക്ക് എന്തോ നല്ല വിഷമമുണ്ടല്ലോ, എന്തോ ഉണ്ടെന്ന്. പക്ഷെ അവളൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇവരിങ്ങനെ ഇരിക്കുമ്പോഴാണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത്. അച്ഛനും അമ്മയും ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്രയും നാളും അഭിയെ എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്നും പിന്നെ അഭിയുടെ സ്വഭാവം ശരിയല്ല, അവൻ ആരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കില്ല എന്നൊക്കെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചപ്പം പറഞ്ഞു കനകയിരിക്കാം. പക്ഷേ അമ്മയുടെ ഇളയ മരുമോനും അത്ര നല്ല ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ അതെന്താന്ന് ഇവരിങ്ങനെ നോക്കുക. പിന്നെ നയന എന്തുണ്ടായാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് അവളെല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുകയാണെന്ന കാര്യവും നവ്യ പറഞ്ഞു. അങ്ങനെ ഉള്ളിൽ ഒതുക്കാനും മാത്രം അവിടെ എന്താണ് മോളെ സംഭവിച്ചിട്ടുള്ളതെന്ന് ചോദിക്കുമ്പം അച്ഛനും അമ്മയും പരസ്പരം പറയുന്നുണ്ടല്ലോ, ഇവിടെ നൂലുകെട്ടിന് വന്നവരൊക്കെ എന്തോ മറച്ചു വെച്ചാൽ സംസാരിച്ചതെന്ന്. അങ്ങനെ ഒരു തോന്നൽ എനിക്കും ഇല്ലാതില്ല. എന്തൊക്കെയോ എല്ലാവരുടെയും ഉള്ളിൽ കിടന്ന് വിങ്ങുന്നുണ്ടെന്ന് നവ്യ പറഞ്ഞപ്പോൾ, എന്താ നിന്നോട് അഭി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ മോളെ? അത് എന്നോട് എനിക്ക് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ നീ ഒന്ന് പറ മോളെ. നാളെ എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് പോവല്ലേ, അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേണ്ടവർ തന്നെ പറഞ്ഞോളൂ എന്ന് നവ്യ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കുമോ ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ നയനമോളും നല്ല സന്തോഷത്തിൽ തന്നെയാണല്ലോ നിന്നത്. അതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. വിഷമം അത്രയും ആദർശമോൻ്റെ അമ്മയ്ക്കായിരുന്നല്ലോ. ആദർശിന് നല്ല പ്രഷർ ഉള്ളതുപോലെയാണ് മോളെ എനിക്ക് തോന്നിയത്.
ആ പ്രഷറൊക്കെ കാണും എന്ന് വെച്ചാൽ പ്രവർത്തികളെ അതുപോലെയല്ലേ എൻ്റെ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നവ്യ മിസ്റ്റർ ക്ലീനായി നടക്കുന്ന ഒരാളുടെ ദേഹത്തേക്ക് ചെളി തെറിച്ച് വീണാൽ അത് കഴുകി കളയാനേ വലിയ ബുദ്ധിമുട്ടാണെന്ന് നവ്യ പറഞ്ഞു. ആ സമയത്ത് മോളുടെ പറച്ചിൽ കേട്ടിട്ട് ആദർശിൻ്റെ ഭാഗത്ത് എന്തോ തെറ്റുപറ്റിയെന്നാണല്ലോ തോന്നുന്നത്. ആ എന്തോ അതേപ്പറ്റിയൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അച്ഛാ. പിന്നെ അഭിയുടെ ക്യാരക്ടർ ഇപ്പം മൊത്തത്തിൽ മാറിയിട്ടുണ്ട്, അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്ന് പറഞ്ഞ് നവ്യ അങ്ങോട്ട് പോകുമ്പോൾ നവ്യയുടെ ഫോണിലേക്ക് കോൾ വന്നു. വിളിച്ചത് നന്ദു ആയിരുന്നു. അപ്പം നന്ദു വിളിച്ചിട്ട് വിശേഷമൊക്കെ ചോദിച്ചു. അപ്പം ചടങ്ങുകളൊക്കെ നന്നായിട്ട് നടന്നു. നാളെ ഞാൻ അനന്തപുരിയിലേക്ക് പോകും. എൻ്റെ ഭർത്താവും അമ്മായിമ്മയ്ക്ക് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പെരുമാറുന്നേ. കൊച്ചുമോനോട് അമ്മായിമ്മയ്ക്ക് സ്നേഹമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നവ്യ പറയും കേട്ടോ. അപ്പം പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അഭിയേട്ടൻ്റെ മാറ്റം വിശ്വസിക്കാവോ ചേച്ചി എന്ന് നന്ദു ചോദിക്കും. അഭിയെ വിശ്വസിക്കാം മോളെ. ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്തത് ആദർശേട്ടൻ്റെ കാര്യമാണെന്ന് നവ്യ ഇങ്ങനെ നന്ദുവിനോട് പറയുമ്പോൾ നന്ദു ഇങ്ങനെ ഒന്ന് ഞെട്ടി. അതെന്താ, ഞാൻ അമ്മയുടെ കൊടുക്കാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഫോണും കൊടുത്തിട്ട് നവ്യ അങ്ങ് പോയി. ആ സമയത്ത് നന്ദു കനകത്തിനോട് ചോദിച്ചു, എന്താ അമ്മ ആദർശേട്ടന് പറ്റി, എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. പിന്നെ ഫംഗ്ഷന് വന്നപ്പോൾ എല്ലാവർക്കും ആകെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരുടെയും വിഷമങ്ങളും കാര്യങ്ങളും ഇതെല്ലാം നന്ദുവിനോട് പറഞ്ഞിട്ട് മോളെ ഒന്ന് കാര്യമാക്കണ്ട, മോള് ട്രെയിനിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി നമ്മ മോളോട് പറഞ്ഞു. എന്നിട്ട് പിന്നെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. നന്ദുവിൻ്റെ എത്രയും പെട്ടെന്ന് വരാൻ നോക്കണേ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഗോവിന്ദൻ്റെ കയ്യിൽ കൊടുത്തു. ഗോവിന്ദൻ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ആരോഗ്യത്തെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അനിയെ വിളിക്കരുതെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ. നന്ദി.